പത്തനംതിട്ട ജില്ലയിലെ അടൂർ സംവരണ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ CPIയുടെ പ്രിജി കണ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അടൂർ RDO ബിപിൻ കുമാറിന് മുന്നിലാണ് പത്രിക സമർപ്പിച്ചത്. പാർട്ടി പ്രവർത്തകരുടെ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അടൂരിലെ CPI സ്ഥാനാർത്ഥി പ്രിജീഷ് കണ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി ഈ മണ്ഡലം രൂപീകൃതമായിട്ട് ആദ്യമായിട്ടാണ് ഒരു വനിതാ സ്ഥാനാർത്ഥിയാകുന്നത്. എങ്ങനെയാണ് കാണുന്നത്? അതെ, മണ്ഡലം രൂപീകൃതമായിട്ട് മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മുന്നണിയുടെ പേരിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് വരുന്നത്. അത് തീർച്ചയായിട്ടും ആദ്യത്തെ വനിതയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഞാനായി എന്നുള്ളതിന് വളരെ സന്തോഷമുണ്ട്. BJPയും അല്ലെങ്കിൽ കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത് വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ്. എങ്ങനെയാണ് അതിനെ കൗണ്ടർ ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലം 2020-25 വർഷക്കാലത്തെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ഏകദേശം കൊല്ലം ജില്ലാ പഞ്ചായത്തിലെ നെടുമ്പന ഡിവിഷനിൽ പ്രതിനിധീകരിച്ചാണ് ഞാൻ ജനപ്രതിനിധിയായിരുന്നത്. ഏകദേശം 45 വാർഡുകളാണ് ഡിവിഷന്റെ ഭാഗമായി വരുന്നത്. അപ്പോൾ അത്രയും ഇടത്തെ ജനപ്രതിനിധി എന്നുള്ള തരത്തിലുള്ള പ്രവർത്തന പരിചയം ആണ് എനിക്ക് ഇതിനകത്ത് കൈമുതലായിട്ടുള്ളത്. പിന്നെ എന്നോടൊപ്പം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ഇതിന് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. മറ്റുള്ള മുന്നണിയെക്കാട്ടിലും പ്രചരണത്തിൽ 1ാം ഘട്ടത്തിൽ ഏറെ മുന്നേറാൻ കഴിഞ്ഞു. അങ്ങനെ വോട്ടർമാരുടെ ഇടയിലൊക്കെ ചെന്നപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? തുടക്കത്തിൽ തന്നെ, അതായത് നേരത്തെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചത് ഒരു ഗുണമായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ കുറച്ചധികം ദിവസങ്ങളായി ഞാൻ ഈ അടൂർ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. കഴിയുന്ന പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള ശ്രമത്തിലും കൂടിയാണ്. ഇപ്പോൾ തന്നെ നിലവിൽ നിരവധിയായിട്ടുള്ള ആളുകളെ നമ്മുടെ പ്രദേശങ്ങളിലെ വിവിധ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളെ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അപ്പൊ അതൊരു ഗുണകരമായി ഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കറും അല്ലെങ്കിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ഇവിടുത്തെ ജനപ്രതിനിധി. ഇനി അതിന്റെ ഒരു തുടർച്ചയായിരിക്കുമല്ലോ തിരഞ്ഞെടുക്കപ്പെട്ടത്? അതെ, തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ 15 വർഷക്കാലമായി MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇതിന്റെയൊക്കെ തുടർച്ച തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. കൂടുതൽ ഭംഗിയായി അല്ലെങ്കിൽ കൂടുതൽ കഴിയുന്നതിന്റെ പരമാവധി ഇടങ്ങളിലേക്ക് വികസനം എത്തിച്ചുകൊണ്ട് മുന്നേറാനാണ് ശ്രമിക്കുന്നത്. ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് ഒരു സ്വപ്നം, അടൂരിനെ കുറിച്ച് കാണുന്ന ഒരു സ്വപ്നം? പ്രത്യേകിച്ച് യുവാക്കൾക്ക് വേണ്ടി അവരുടെ സംരംഭങ്ങൾ, അതായത് നമുക്ക് തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ യുവാക്കൾ നേരിടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ, അതോടൊപ്പം തന്നെ മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത്തരത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിന്റെ പരമാവധി ചെയ്തു തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ഒട്ടേറെ വികസന പ്രവർത്തന പദ്ധതിയുമായിട്ടാണ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദ് MJ, പത്തനംതിട്ട.